നമുക്കിന്ന് ചോറും തട്ടിക്കൂട്ടിയ സാമ്പാറും വെച്ചാലോ? ആദ്യം നമുക്ക് അരി അടുപ്പത്തിടാം. ഇനി സാമ്പാറിനുള്ള ഐറ്റംസ് സെറ്റാക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവാളയും പിന്നെ 2 തക്കാളിയും. ഞാനിവിടെ ചെറി ടൊമാറ്റോ ഓട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമ്മുടെ ലിറ്റിൽ പരിപ്പില്ലേ അതിലേക്കിട്ടിട്ട് വെള്ളം ഒഴിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരൊറ്റ വിസിൽ. അത് സെറ്റാകുമ്പോഴേക്കും നമുക്ക് പുളി എടുത്ത് നല്ല ചൂട് വെള്ളത്തിലിട്ട് വയ്ക്കാം. പ്രഷറൊക്കെ പോയപ്പോഴേക്കും നമ്മുടെ സാധനം സെറ്റായി. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കാം. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. തക്കാളി ചേർത്ത് കൊടുക്കാം. മെയിൻ ഐറ്റം മറന്നില്ലേ, കായ്പ്പൊടി. അതില്ലാണ്ട് സാമ്പാറുണ്ടോ? അപ്പോൾ പിന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ഇടാം. ഇനി എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. തീർന്നു, നമ്മുടെ സംഭവം റെഡി. ഇത് ആ സാമ്പാറിലേക്ക് വീഴുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, പീക്ക് സാറ്റിസ്ഫാക്ഷൻ. ഇനി നമുക്ക് എല്ലാം കൂടെ കൂട്ടി ചോറുണ്ണാം. ആഹാ, അന്തസ്.